ഒടുവിൽ ഇന്ത്യയോടും ചൈനയോടുമുള്ള പിടിവാശി കൈവിട്ട യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താത്ത പക്ഷം ഇനി ചർച്ചയില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ ട്രംപ് നിലപാട് മാറ്റി. മോദി നല്ല ചങ്ങാതിയാണെന്നും ഇന്ത്യയുമായി ചർച്ച തുടരുമെന്നും മാറ്റിപ്പറഞ്ഞ ട്രംപ് ഇന്നലെ ചൈനയുമായുള്ള സമീപനവും തിരുത്തി. ചൈനീസ് അധികൃതരുമായി സ്പെയിനിൽ നടന്ന വ്യാപാര ചർച്ചകൾ ഫലപ്രദമായിരുന്നെന്നും വെള്ളിയാഴ്ച താൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. മോദിയുമായും വൈകാതെ സംസാരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച 6ാം ഘട്ട ചർച്ചകൾക്കായി ന്യൂഡൽഹിയിൽ കഴിഞ്ഞ മാസം എത്തേണ്ട യുഎസ് സംഘം ഇരു രാജ്യങ്ങളും തമ്മിലെ ഭിന്നത കടുത്തതോടെ യാത്ര ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ യുഎസ് നിലപാട് മയപ്പെടുത്തുന്നുവെന്ന സൂചന നൽകി യുഎസ് വ്യാപാര പ്രതിനിധിയും ചീഫ് നെഗോഷിയേറ്ററുമായ ബ്രണ്ടൻ ലിഞ്ച് ഇന്ന് ഡൽഹിയിലെത്തും. വാണിജ്യ മന്ത്രാലയ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ചയും നടത്തും. ഒറ്റ ദിവസത്തെ സന്ദർശനമാണ് ബ്രണ്ടൻ നടത്തുന്നത്. വ്യാപാര കരാർ ചർച്ചയ്ക്ക് പുറമെ മറ്റു വിഷയങ്ങളിലും ഇന്ത്യ യുഎസ് തമ്മിലെ ബന്ധം മോശമായിരുന്നു. ഇവ പരിഹരിക്കാനുള്ള സമാന്തര ചർച്ചകൾ തുടരാനും തീരുമാനമായിട്ടുണ്ട്. ട്രംപിന്റെയും യുഎസിന്റെയും നിലപാട് മാറ്റത്തെ ഇന്ത്യയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിൽ യുഎസിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ തുടരാൻ ധാരണയായിരുന്നു. ഈ വർഷം ഒക്ടോബർ-നവംബറിനകം കരാർ യാഥാർത്ഥ്യമാക്കുകയും ലക്ഷ്യമായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ട്രംപ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കുമേൽ ഏകപക്ഷീയമായ കനത്ത ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞു. ഇന്ത്യക്ക് ആദ്യം 25% തീരുവ പ്രഖ്യാപിച്ച ട്രംപ് പിന്നാലെ റഷ്യൻ ഇറക്കുമതിക്കുള്ള പിഴയായി 25% കൂടി ചുമത്തുകയായിരുന്നു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ഭിന്നത രൂക്ഷമായത്. യുഎസ് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തീരുവ വിപണി തുറന്നു കിട്ടണമെന്നും തീരുവ 0 യുഎസ് സംഘത്തിന്റെ ആവശ്യം ഇന്ത്യൻ പ്രതിനിധികൾ ചർച്ചയിൽ തള്ളിയതും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന വാദത്തെ ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നതും ട്രംപിനെ നീരസത്തിലാക്കുകയായിരുന്നു. അതേസമയം അമേരിക്കയിൽ പലിശ ഇറക്കത്തിന് സാധ്യത തെളിഞ്ഞതോടെ കത്തിക്കയറുകയാണ് രാജ്യാന്തര സ്വർണ്ണവില. പലിശ കുറയുന്നത്, ഡോളറിന്റെ മൂല്യം, യുഎസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്ക് എന്നിവ കുറയാനിടയാക്കുമെന്നത് ഗോൾഡ് ETF-കൾക്ക് സമ്മാനിക്കുന്ന സ്വീകാര്യതയാണ് വിലക്കുതിപ്പിന് മുഖ്യ കാരണം. രാജ്യാന്തര വില ഔൺസിന് $40 ഉയർന്ന് 3687.03 എന്ന സർവ്വകാല ഉയരത്തിലെത്തി. $3680 നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ പവൻ വില 81,440 രൂപയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 160 രൂപ കുറഞ്ഞിരുന്നു. രൂപ ഡോളറിനെതിരെ ഇന്നലെ 10 പൈസ മെച്ചപ്പെട്ട് 88.16 നിലവിൽ യൂറോ, യെൻ തുടങ്ങിയ ലോകത്തെ പ്രധാന കറൻസികൾക്കെതിരെ കഴിഞ്ഞ 2.5 മാസത്തെ താഴ്ചയിലാണ് ഡോളർ ഉള്ളത്. രൂപ ഇന്നും മെച്ചപ്പെട്ടാൽ സ്വർണ്ണവില വർധനയുടെ ആക്കം അല്പം കുറയുമെന്നാണ് കണക്കുകൂട്ടൽ.